ഹലോ ഫ്രണ്ട്സ്, ഇപ്പം നമ്മളുള്ളത് ഊട്ടി ബോട്ട് ഹൗസിലാണ്. അപ്പം നമുക്ക് ഊട്ടി ബോട്ട് ഹൗസിൽ എന്തൊക്കെയുണ്ടെന്നുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള ടിക്കറ്റ് എടുക്കണം. അതായത് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ ഒരു ടിക്കറ്റ്, അതിനുശേഷം ബോട്ടിലേക്ക് കയറാൻ വേറൊരു ടിക്കറ്റ്. ഇവിടെ നമുക്ക് 3 തരം ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് ബോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ. ഒന്ന് പെഡൽ ബോട്ടാണ്, പിന്നെ അതുപോലെ 2 ടൈപ്പ് മോട്ടോർ ബോട്ടുകളാണ്. അതിൽ ആൾക്കാരുടെ എണ്ണം അനുസരിച്ചിട്ടാണ് ഡിഫറൻസ് ഉള്ളത്. ഇനി ബോട്ടിങ് താല്പര്യമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ ചെറിയ ചില റൈഡുകളൊക്കെ ഉണ്ട്. നമ്മൾ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലൊക്കെ കാണുന്ന ചെറിയ റൈഡുകളൊക്കെ ഉണ്ട്. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ 2-3 ഫ്രെയിംസ് ഉണ്ട്. ലൈക്ക് ഹാർട്ട് ഷേപ്പ് ഉണ്ട്, പിന്നെ ഒരു ബട്ടർഫ്ലൈ വിങ്സ് ഒക്കെ ആയിട്ടുള്ളത്. അതുകൂടാതെ ബോട്ട് ഹൗസിൻ്റെ അകത്തും പുറത്തും ധാരാളം ഷോപ്സ് അവൈലബിൾ ആണ്. ലൈക്ക് ഡ്രസ്സസ്, ടോയ്സ് ഉണ്ട്, പിന്നെ വെറൈറ്റീസ് ഓഫ് ബാഗ്സ്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. നമ്മളാരും ബോട്ടിലൊന്നും കയറിയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അടുത്ത ലൊക്കേഷനായ ടീ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. ഇവിടെ ടീ ഫാക്ടറി തന്നെ 2 ടീ ഫാക്ടറി ഉണ്ട്. അതിൽ രണ്ടാമത്തെ ടീ ഫാക്ടറിയിലാണ് നമ്മൾ കയറേണ്ടത്. അവിടെയാകുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ഒരു ടീ പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വന്നാലുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ധാരാളം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. സിപ്പ് ലൈൻ, അതുപോലെ തന്നെ റോക്ക് ക്ലൈമ്പിംഗ്, ഇതൊക്കെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും അതിനൊന്നും പോയില്ല. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുകയാണ്. ഇനി നമുക്ക് ടീ ഫാക്ടറിയിൽ എങ്ങനെയാണ് ഒരു ടീ പൗഡർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതിനകത്തേക്ക് കയറുമെന്നുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല തേയിലയുടെ മണമാണ്. നമ്മൾ ഡോറ് തുറന്ന് അകത്ത് എത്തുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ചായപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ തേയില അങ്ങനെ തന്നെ അവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊരു ബെൽറ്റ് വഴി മൂവ് ചെയ്ത് ഇതിൻ്റെ താഴത്തെ ഫ്ലോറിലേക്ക് കൊണ്ടുപോകും. ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ പ്രോസസ്സും നടക്കുന്നത് താഴത്തെ ഫ്ലോറിനാണ്. താഴത്തെ ഫ്ലോറിൽ നിന്നാണ് ഇത് കട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇത് ഉണക്കിയെടുക്കുന്നതൊക്കെ താഴെയുള്ള ഫ്ലോറിൽ നിന്നാണ്. നമുക്കത് കാണാം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തി. അപ്പോൾ ഇവിടെയാണ് ബാക്കിയുള്ള പ്രോസസ്സിങ്ങൊക്കെ നടക്കുന്നത്. നിങ്ങൾക്ക് കാണാം, മുകളിൽ നിന്ന് എത്തിയ തേയില ഇപ്പോൾ കുറേ ഗ്രൈൻഡ് ചെയ്ത് ചെറിയ ചെറിയ പീസുകളായി ഒരു ബെൽറ്റ് വഴി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതൊരു പുതിയ കാഴ്ചയായിരുന്നു. ഈ തേയില എങ്ങനെയാണ് ഒരു ചായപ്പൊടിയായി മാറുന്നതെന്ന് ഇവിടെ വന്നതുകൊണ്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഓരോ സ്റ്റേജ് വഴി കടന്നു പോകുമ്പോഴും ഈ പൗഡറിന് എന്തൊക്കെയോ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ കളറിലൊക്കെ അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയുള്ള എൻട്രി ഫീ ആണ് എനിക്ക് മറ്റൊരു കൗതുകമായിട്ട് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഇവരാകെ ചാർജ് ചെയ്യുന്നത് 10 രൂപ മാത്രമാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ്. പക്ഷെ അതിന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടീ ഫാക്ടറിയുടെ ഈ പ്രോസസ്സ് ഫുള്ള് കണ്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു ഗ്ലാസ് ചായ കൂടി അവർ ഇവിടുന്ന് തരുന്നുണ്ട്. അതായത് 10 രൂപയ്ക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചായ കൂടി തരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ കംപ്ലീറ്റ് പ്രോസസ്സും കാണാൻ കഴിയും. നല്ല അടിപൊളി ചായയാണ് ഇവർ ഇവിടുന്ന് തന്നത്. ചായ കുടിക്കാൻ താല്പര്യമില്ലാത്തവർ വരെ കുടിച്ചു നോക്കിയപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചായയാണ് ഇവർ നമുക്ക് തന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജായ പാക്കിംഗ് സെക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ ഈ ചായപ്പൊടിയുടെ പാക്കിങ്ങും ഓട്ടോമാറ്റിക് മെഷീൻ വഴിയാണ് ഇവർ ചെയ്യുന്നത്. ഇതിന് പുറത്തായിട്ട് തന്നെ ഇവർ ഒരു സ്റ്റാളും കൂടി അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള പൗഡർ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കഴിയും. ടീ ഫാക്ടറി കൂടാതെ ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി യൂണിറ്റും കൂടിയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് പ്രോസസ്സ് അവർ കാണിച്ചു തരും. ചായ ഫ്രീ ആയി തന്ന പോലെ അവരിവിടുന്ന് ചോക്ലേറ്റ് ഫ്രീ ആയി നമുക്ക് തന്നില്ല. അത് നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങണം. ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ്സും വൈറ്റ് ചോക്ലേറ്റ്സും അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ കുറേ വെറൈറ്റീസും ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവേഴ്സ് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് വാങ്ങാം. അങ്ങനെ ചോക്ലേറ്റൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുതുമല ചെക്ക് പോസ്റ്റിൽ വണ്ടികൾ വെയിറ്റ് ചെയ്യുന്നതാണ്. രാവിലെ ഇത് തുറക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റിങ്ങിലാണ്. മുതുമല ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞാലാണ് നമ്മൾ ബന്ദിക്കൂർ ചെക്ക് പോസ്റ്റിലെത്തുക. ഈ 2 ചെക്ക് പോസ്റ്റ് വഴിയും രാത്രി യാത്ര അലൗഡ് അല്ല. അപ്പോൾ വരുന്നവരെല്ലാവരും 8:30ക്ക് മുന്നെങ്കിലും ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാൻ വേണ്ടി നോക്കുക.
അങ്ങനെ ഞങ്ങളുടെ ഊട്ടി ട്രിപ്പ് അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോസ്.